ഹലോ ഗൈസ്, ഉത്രാടമാണ് ഇന്ന്. ഉത്രാടപ്പൂക്കളമാണ് നമ്മൾ പൂക്കളം ഇടുമ്പം ഏറ്റവും മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി പൂക്കൾ വെളിയിൽ നിന്നും വാങ്ങിച്ചു. വീട്ടിൽ ചുറ്റുമുള്ള എല്ലാ പൂക്കളും പറിച്ചു. നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങി. ഇത് മെയിൻ എൻട്രൻസിൻ്റെ പുറത്തിട്ടേക്കുന്നത്. ഇത് സൈഡിലുള്ള എൻട്രൻസ് ഉണ്ട്, അതിൻ്റെയും പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മൾ എന്നും ഇട്ടുകൊണ്ടിരുന്ന കളം. വഞ്ചിയിൽ പോകുന്ന മനുഷ്യരെയാട്ടോ ഉദ്ദേശിച്ചേ. അടുത്ത് 2 തെങ്ങുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സിറ്റ് ഔട്ടിലാണ് പൂക്കളം ഇടുന്നത്. അപ്പം കുറച്ച് വലിയ പൂക്കളം ഇടാമെന്ന് ഓർത്തായിരുന്നേ. കാരണം ആ സ്ലാബിനകത്ത് അത് തികയത്തില്ല. അത് കാരണം അകത്ത് നിന്ന് പൂക്കളം ഇട്ടെ. അപ്പം നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങി. പൂക്കളം ഇട്ട് തുടങ്ങിയപ്പോഴൊന്നും ഒരു വിഷയമില്ലായിരുന്നു കേട്ടോ. ഞാൻ പൂക്കളം ഇട്ട് പകുതിയായപ്പോൾ ഞാൻ ഇന്നെടുത്ത തീരുമാനം തികച്ചും നല്ലതായിരുന്നു എന്ന് തോന്നാൻ ദൈവം എനിക്കൊരു സങ്കേതം കാണിച്ചു തന്നു. അതെന്താണെന്ന് വെച്ചാൽ, പുറത്ത് നല്ല പൂക്കുറ്റി മഴ പെയ്യാൻ തുടങ്ങി. എൻ്റെ ഈ അകത്തിട്ടേക്കണ പൂ പറന്നു പോകുമെന്നുള്ള ഭാഗത്തിനുള്ള കാറ്റും മഴയായിരുന്നു ഇന്ന്. മിറ്റം അടിച്ചെങ്കിലും വീണ്ടും മിറ്റം നിറച്ചു ഇലയായിരുന്നു. അപ്പോൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ബാക്കി കുറേ പൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിലും കൂടെ ആയിട്ട് ചെറിയ ചെറിയ പൂക്കൾ ഒരുക്കി ഇന്ന് നമ്മൾ 10 ഇട്ടു ടോട്ടൽ കേട്ടോ. അപ്പുറമൊക്കെ കൊച്ചനും 10 ഇട്ടു. ഞാൻ 10 ഇടാൻ കാരണം പൂക്കൾ കളയണ്ടല്ലോ എന്നോർത്താം. അപ്പോൾ ഇന്ന് ചെറിയ 6 പൂക്കളും മെയിൻ എൻട്രൻസിൽ 2 പൂക്കളും നമ്മൾ സാധാരണ ഇടുന്ന കളത്തിലെ പൂക്കളും സിറ്റ് ഔട്ടിലെ പൂക്കളും അങ്ങനെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 10 ദിവസം അടിപൊളിയായിട്ട് പോയി. 10 ദിവസം നമ്മൾ പൂക്കളം ഇട്ടു. അപ്പോൾ നാളെ ഇനി ഓണത്തപ്പനെയാണ് വയ്ക്കുന്നത്. അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും നാളത്തെ പൂക്കളം കാണാത്തവർ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.